നല്ല മത്തി കിട്ടിയേ, നല്ല നാടൻ മത്തി, നല്ല മുട്ടയൊക്കെയുള്ള നല്ല മത്തി കിട്ടിയപ്പോൾ ഒന്ന് മുളകിട്ടേക്കാന്ന് വെച്ചു. മീൻ നമ്മൾ പല രീതിയിൽ വെക്കും അല്ലേ. കോട്ടൺ സ്റ്റൈലിൽ വെക്കും, അതുപോലെ തേങ്ങ അരച്ച് വെക്കും, മാങ്ങയിട്ട് പറ്റിക്കും, അതുപോലെ മാങ്ങയിട്ട് ചാറ് വെക്കും. ഒരുപാട് രീതിയിൽ നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ വെക്കുന്നത് നമ്മുടെ ഈ സാധാരണ രീതിയിൽ, പ്രത്യേകിച്ചും ഈ കോഴിക്കോട് ഏരിയയിൽ ഒരു മുളകിട്ട കറിയുണ്ട്, അതാണ് വെക്കുന്നത് കേട്ടോ. മത്തി മുളകിട്ടത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ വെളിച്ചെണ്ണ തന്നെ വേണം, നിർബന്ധം കേട്ടോ. ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. എണ്ണ ചൂടായി വന്നപ്പോഴേ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണേ. നമ്മൾ ചെറിയുള്ളിയാണ് കൂടുതലും വേണ്ടി കേട്ടോ. ചെറിയുള്ളി 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2-3 പച്ചമുളക് ചതച്ചത്, കൊടംപുളിയിലാണ് കേട്ടോ, കൊടംപുളി വെള്ളമാണിത്. പിന്നെ കുറച്ച് മുളക് പൊടി, അങ്ങനെ കുറച്ച് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഇതാ ഉലുവയൊക്കെ ഒന്ന് നല്ല പോലെ ചൂടായി വരുമ്പം ചെറിയുള്ളി ഇട്ട് കൊടുക്കണേ. ചെറിയുള്ളി തൊണ്ട് പൊളിക്കാനൊക്കെ മടിയാണെങ്കിൽ ഒരു സവോള ചേർത്താലും മതി കേട്ടോ. പക്ഷെ ടേസ്റ്റ് ഈ ചെറിയുള്ളിയിലാണ്. ചെറിയുള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമ്മുടെ ഈ കറിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും വഴന്ന് പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് എണ്ണ തെളിഞ്ഞതിന് ശേഷം ചൂടുവെള്ളം ഒഴിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. അതാണ് കറിയുടെ ടേസ്റ്റ്. അല്ലാതെ പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ സാധനങ്ങളെല്ലാം നന്നായിട്ട് വഴന്ന് വരികയും വേണം. അപ്പോഴാണ് മീൻ മുളകിട്ടതിന് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് പച്ചച്ചവയൊക്കെ ഒന്ന് മാറിക്കോട്ടെ. കുറച്ച് പച്ചമുളകും കൂടെ എടുത്ത് വെച്ച പച്ചമുളകും കൂടെ ഇട്ടു. 2 കറിവേപ്പിലയും കൂടെ ഇടണം. ഇതെല്ലാം ഇനി ഒന്നും കൂടെ ഒന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് തക്കാളി ഇടുവല്ലേ. കുറച്ച് ഉപ്പും കൂടി ഇടണേ. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് കേട്ടോ. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണേ. മതിയാവും. മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ മൂത്ത് വന്നപ്പോഴേ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇനി ഈ മസാല ഇങ്ങനെ ഒന്ന് ഈ ചൂടുവെള്ളത്തിൽ കിടന്നിട്ടൊന്ന് വേകുവേ. എന്നിട്ട് എണ്ണ ഇന്ന് തെളിഞ്ഞോട്ടെ. കണ്ട, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പം പാകത്തിനുള്ള പുളിവെള്ളം ഒഴിക്കാം. കുടംപുളി വെള്ളമാണേ, പാകത്തിന് ചേർത്താൽ മതി. നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർക്കാം. തക്കാളിയൊക്കെ അത്രയും ചേർത്തല്ലേ. ഇനി നമ്മുടെ ബാക്കി കറിക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ മീനിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് പെറുക്കിയിടാം. നല്ല മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മീനൊന്ന് അടച്ച് വെച്ച് ഒന്ന് വെന്തോട്ടെ. നമ്മുടെ മീൻ കറിയൊക്കെ അതാ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ ഇനി വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കുക. ഇത്ര പരിപാടിയുള്ളേ. ഇത് പത്തിരിക്കോ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ എന്തിൻ്റെ ചോറിൻ്റെ കൂടെയോ ഒക്കെ വേണേലും ഉപയോഗിക്കാം. ഞാനിതിപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം ചേർത്ത് നീട്ടിയെടുത്തത്.
കപ്പയ്ക്കും ചോറിനും ഒക്കെയാണ് ഇത്രയും നീളം തന്നെ വേണം കേട്ടോ. കറിക്ക് അല്ലാതെ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൊഴുത്തിരിക്കണം. അപ്പോൾ വെള്ളം കുറച്ച് കുറയ്ക്കണം. ഞാനിപ്പോൾ ചോറിന് വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാക്കിയേ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മത്തി മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയല്ല എങ്കിൽ നിങ്ങളൊന്ന് പറയണം, ഉണ്ടാക്കി നോക്കുകയും വേണം കേട്ടോ. എന്നാ രസം അല്ലേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.